വൺ ഇംപ്രൂവ്മെന്റ് എക്സാം ഈ വർഷം ഒക്ടോബറിൽ നടക്കും എന്ന് ഏകദേശം ഉറപ്പ് തന്നെയാണ്. നമുക്ക് എത്ര കുട്ടികൾ ഇതിനെ എഴുതാൻ കാണും, നമുക്ക് ഏകദേശം ഒരു കണക്ക് നമുക്ക് പറയാൻ പറ്റും. നിങ്ങളും അതിനുള്ളിൽ ഒരാളാവാനുള്ള സാധ്യതയുണ്ട്. നമുക്ക് ഇനി എത്ര എണ്ണം എഴുതും ഓരോ കുട്ടികളും എന്നുള്ളതും ഒക്കെ നോക്കുമ്പോൾ ഒരു വലിയൊരു എണ്ണമായിരിക്കും ഈ വർഷം. എന്ന് പറഞ്ഞാൽ കുട്ടികളുടെ എണ്ണവും കൂടുതലായിരിക്കും, സബ്ജക്ട്സുകളുടെ എണ്ണവും വളരെ കൂടുതലാകാനുള്ള സാധ്യതയുണ്ട്. നമുക്ക് ഏകദേശം ഒരു കണക്ക് പറയാൻ പറ്റുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ഏകദേശം 4,10,000 പേര് കേട്ടോ, 4,10,000 കുട്ടികൾ ഈ വർഷം +1 എക്സാം എഴുതിയായിരുന്നു. അതിനുള്ളിൽ നമുക്ക് 2,50,000 എന്ന് വെച്ചോ, 2,52,000 എത്രയേ ഉള്ളൂ, അത്രയും കുട്ടികള് പാസ്സായി. അപ്പൊ ബാക്കിയുള്ളവർ ഏകദേശം 1,60,000 കുട്ടികള് ഫെയിലായിട്ടുണ്ട്. ഫെയിലായി. അപ്പോൾ എന്തായാലും ഇത്രയും കുട്ടികൾ ഉറപ്പായിട്ട് എഴുതുമല്ലോ. ഫെയിലായ സബ്ജക്റ്റ് 1 ആണേലും 2 ആണേലും 3 ആണേലും എന്തായാലും അവരെഴുതും. അപ്പോൾ 1,60,000 കാര്യത്തിൽ ഉറപ്പായിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് ഏറ്റവും കൂടുതൽ എന്നെ തോന്നുന്നത് ഏറ്റവും മോശപ്പെട്ട റിസൾട്ട് ആണ് കുട്ടികൾക്ക് വന്നേക്കെന്ന് തോന്നുന്നു. ജയിച്ചതിന്റെ എണ്ണം കഴിഞ്ഞ വർഷമായിട്ട് നോക്കുമ്പോൾ വലിയ വ്യത്യാസം ഇല്ലെങ്കിലും മാർക്ക് ഭയങ്കരമായിട്ട് കഴിഞ്ഞ വർഷത്തിനേക്കാളും കുറവാണ് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് ഇമ്പ്രൂവ് ചെയ്യാനുള്ള ടെൻഡൻസി കൂടും, ചാൻസ് കൂടുക. ഇപ്പൊ നമ്മൾ കഴിഞ്ഞ വർഷവും ജയിച്ചതും ഈ വർഷം ജയിച്ച എണ്ണമൊക്കെ നോക്കുമ്പോൾ ഏകദേശം കുഴപ്പമില്ല. പക്ഷെ കഴിഞ്ഞ വർഷം കിട്ടിക്കൊണ്ടിരുന്ന മാർക്ക് ഈ വർഷം കിട്ടിയിട്ടില്ല. ഇപ്പൊ നമുക്ക് പലരും A+ കിട്ടിയവരൊക്കെ ജയിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. വലിയൊരു സംഭവം പോലെ 10ാം ക്ലാസ്സിലൊക്കെ A+ കിട്ടിയ കുട്ടികളൊക്കെ ജയിച്ചു, അത് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷം പോലെ ജയിച്ചാവെന്ന് അവർ പറയുന്നത് കേൾക്കുമ്പോൾ. കാരണം അവരെന്തോ വലിയൊരു സംഭവം ചെയ്ത് തോക്കുമെന്നൊക്കെ പേടിച്ചിരുന്ന സബ്ജക്റ്റ് ജയിച്ചു എന്നുള്ളത്. നമ്മളൊരു A+ കുട്ടിയുടെ എന്ന് പ്രതീക്ഷിക്കുന്നത് എന്താ, A+ പോലെയാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം നമ്മൾ അങ്ങനെയല്ലേ, അത് അവിടെ ഒന്നുമില്ല, ദൂരെ മാറിയ നിൽക്കുന്നവന്റെ മാർക്ക് എന്ന് പറയാൻ കഴിഞ്ഞ 10ാം ക്ലാസ്സിലെ മാർക്കുമായിട്ട് ഒരു ബന്ധവും ഇല്ലാതാണ് ഇപ്പോഴത്തെ +1 റിസൾട്ട് നിൽക്കുന്നത്. അത് എന്താണ് അതിന്റെ ഒരു മനോഭാവം പിള്ളേർക്ക് ഉണ്ടായിരിക്കുന്നതെന്ന് എനിക്ക് അറിയത്തില്ല. കാരണം അവരെ വീട്ടുകാരാണെങ്കിലും ഒക്കെ ഫുൾ A+ ആയിട്ട് പോയവരും, അല്ലെങ്കിൽ 2-3-4 സബ്ജക്റ്റിലേക്ക് 6, 8 A+, 9 A+ എന്നൊക്കെ പറഞ്ഞ കുട്ടികളിലേക്ക് +1 മാർക്ക് നോക്കുമ്പോൾ ഭയങ്കര ശോകമായിട്ടുള്ള അവസ്ഥയിൽ വെച്ചിട്ടുണ്ട്. അപ്പൊ എന്തായാലും പല കുട്ടികൾക്കും ഇമ്പ്രൂവ് ചെയ്യേണ്ട അവസ്ഥ. അപ്പോൾ എന്തായാലും ഈ 1,60,000 പേര് അടുത്ത് ഉറപ്പായിട്ടുള്ളത് ഷുവറായിട്ട് ഇത്രയും കുട്ടികൾ എഴുതുന്നുണ്ടാവും. ഇനി ജയിച്ച 2 ലക്ഷം ആൾക്കാരിൽ എന്തായാലും എല്ലാം ഒന്നും നല്ല മാർക്ക് ആയിരിക്കത്തില്ല, എല്ലാം ജയിച്ചിട്ടുണ്ടാവും. പലർക്കും പിന്നെ ഫുൾ A+ കാരുടെയൊക്കെ എണ്ണമൊക്കെ ഉണ്ടെങ്കിലും ഒത്തിരി പേര് ജസ്റ്റ് പാസ്സായവര് കാണും, ജസ്റ്റ് പാസ്. അപ്പൊ അവരെന്തായാലും എഴുതാൻ ഉള്ളത് ഉറപ്പാണ്, ജസ്റ്റ് പാസ്സുകാർ. അപ്പൊ ആ ജസ്റ്റ് പാസ്സുകാരുടെ എണ്ണം എന്റെ നോട്ടത്തിൽ ഏറ്റവും കൂടുതൽ 1 ലക്ഷമെങ്കിലും കാണും അല്ലേ. 1 ലക്ഷം കുട്ടികളെങ്കിലും ജസ്റ്റ് പാസ്സുകാർ കാണും. അപ്പൊ എന്തായാലും ഒരു 2,60,000 കാര്യത്തിന്റെ കാര്യം ഉറപ്പായി. 2,60,000 ഒരു സബ്ജക്റ്റ് വെച്ച് എഴുതിയാലും നമ്മുടെ ഗവൺമെന്റിന്റെ കയ്യിൽ ഇഷ്ടംപോലെ കാശ് വരും കേട്ടോ, ഇഷ്ടംപോലെ കാശ് വരും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, ഒരു സബ്ജക്റ്റിനൊക്കെ ഇമ്പ്രൂവ് ചെയ്യുന്നതിന് 10, 350 രൂപ, 500 രൂപയൊക്കെ ആണെങ്കിൽ ഭയങ്കരമായിട്ടുള്ളൊരു കാശായിരിക്കും. ഇനിയും 2 സബ്ജക്റ്റ് എഴുതുവാണെങ്കിൽ അറിയാമല്ലോ എന്തുമാത്രമായിരിക്കും. 3 സബ്ജക്റ്റ് എഴുതുവാണെങ്കിൽ അതിലും കൂടുതൽ. അപ്പൊ നല്ലൊരു എമൗണ്ട് ആണ് ഇതുവഴി എത്തുന്നത്. അതെല്ലാ വർഷം ഇങ്ങനെ കിട്ടുന്നതാണ്. അപ്പൊ ഇതൊക്കെ ഹിഡനായിട്ട് നമ്മൾ ആരും അറിയാതെ പോകുന്നൊരു കാര്യങ്ങൾ. എന്നാലും അത് നടത്തുന്നതിനുള്ള കാര്യങ്ങളൊക്കെയാണ്, അതിന്റെ ചെലവും കാര്യങ്ങളും എല്ലാം കൂടെ നോക്കുമ്പോൾ നല്ലൊരു കാര്യമാണ്. ഗവൺമെന്റ് അതൊരു പ്രയോജനമാകുന്ന സംഭവം തന്നെയാണ്. അപ്പൊ ഈ ഇമ്പ്രൂവ്മെന്റ് ഏകദേശം നമുക്ക് 2,60,000 കുട്ടികൾ എഴുതുന്നു. ഇതിനകത്ത് നമുക്കൊരു പ്രയോജനം ഉണ്ടാക്കണം. അല്ലാതെ നമ്മൾ ചുമ്മാതെ എഴുതിയിട്ട് കാര്യമൊന്നുമില്ല. നമ്മുടെ ക്ലാസ് ഉണ്ട്, നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. പ്ലസ് നമുക്ക് മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി, ഇംഗ്ലീഷ്, ബയോളജി അങ്ങനെയുള്ള എല്ലാം ഉണ്ട്. നിങ്ങൾ ജയിപ്പിക്കുന്ന രീതിയിലുള്ള ക്ലാസ് അതിനോടൊപ്പം തന്നെ നോട്ട്സും തരുന്നുണ്ട്. ജോയിൻ ചെയ്യാനുള്ള നമ്പർ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. എളുപ്പം ജയിക്കാനുള്ള രീതിയാണ്. പ്രത്യേകിച്ച് ഇനി മാത്സിന്റെ കാര്യം വരുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് നമുക്ക് അതും പറയാൻ പറ്റും. അതിന്റെ ഒരു ക്വസ്റ്റ്യൻ പാക്കേജ് കൂടെ ഒക്കെ അതിന്റെ കൂടെ തരുന്നുണ്ട്. വളരെ ഈസി ആയിട്ട് നമുക്ക് ഒരു ഡബിൾ പാസിനുള്ള എല്ലാ വഴികളും നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. വളരെ സിമ്പിൾ ആയിട്ട് കിട്ടും. ജോയിൻ ചെയ്യാൻ തന്നുള്ള നമ്പർ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ 2,60,000 കുട്ടികളെങ്കിലും നമുക്ക് ഉറപ്പായിട്ട് എഴുതും. ഇനിയും ചിലപ്പോൾ അതിൽ കൂടാനുള്ള സാധ്യത ഉണ്ടാവും കേട്ടോ. എന്തായാലും അതിനും ജയിച്ചവരിൽ തന്നെ നമുക്ക് ഇത്രയോടൊക്കെ ചിലപ്പോൾ 5 A+ ഉള്ളവർ കാണും, ഒരെണ്ണത്തിന് B+ ആയേക്കാം. അപ്പൊ അവരെഴുതും, എല്ലാം നല്ല മാർക്കുണ്ട്, അങ്ങനെയും ഉണ്ടാവും. അപ്പൊ നമുക്ക് എന്തായാലും ഒരു 2,75,000 പേരൊക്കെ ഈ വർഷം എഴുതാനുള്ളവരാണെന്ന് അർത്ഥം. ഒരു വലിയൊരു ഉത്സവമായിരിക്കും എന്നർത്ഥം കേട്ടോ. ഭയങ്കര ആളായിരിക്കും എല്ലായിടും. ഒത്തിരി അന്നൊക്കെ മിക്കവാറും നമുക്ക് +1 ഇംപ്രൂവ്മെന്റ് സമയത്ത്
നിങ്ങളിപ്പോൾ പ്ലസ് ടു പഠിക്കുകയല്ലയോ, പ്ലസ് വൺ ഇപ്പോഴുള്ള സമയത്ത് പ്ലസ് വണ്ണൊക്കെ അവധി കൊടുക്കേണ്ടി വരും. ഇന്നലെ ഇപ്പോഴത്തെ പുതിയ പ്ലസ് വൺകാർക്ക് അവധി കൊടുക്കേണ്ടി വരും. കാരണം ക്ലാസ്സുകളെല്ലാം ഫില്ലായിരിക്കും. അപ്പൊ നല്ലൊരു ആളായിരിക്കും ഈ എക്സാമിനുണ്ടെന്നുള്ളതാണ് ഉറപ്പ് കേട്ടോ. അപ്പൊ ഇതിപ്പോ ഈയിടയ്ക്ക് ഇങ്ങനെ നമ്മുടെ കഴിഞ്ഞ വർഷങ്ങളൊക്കെ നടക്കുന്നത് പ്ലസ് ടുവിന്റെ കൂടെ ആയതുകൊണ്ട് അറിയുന്നില്ലായിരുന്നു. നേരത്തെയൊക്കെ ഇങ്ങനെ അവധി കൊടുക്കുന്ന സമയം ഉണ്ടായിരുന്നു. കാരണം ഒത്തിരി ചില സബ്ജക്റ്റുകൾക്ക് ഒത്തിരിയോ മാത്സിനൊക്കെ ഒത്തിരി ഉള്ള ആൾക്കാരുടെ എണ്ണം കൂടുന്ന സമയത്തൊക്കെ അന്നൊക്കെ സ്കൂളില് മറ്റേ പ്ലസ് വൺകാർക്കൊക്കെ അവധി കൊടുത്തുകൊണ്ടാണ് ക്ലാസ്സുകളെല്ലാം കിട്ടണ്ടായോ. നമുക്കൊരു ക്ലാസ്സിൽ ഇപ്പോൾ 60 പേര് പഠിക്കുന്നിടത്ത് എക്സാം നടത്തുമ്പോൾ 20 പേരൊക്കെ കാണത്തുള്ളൂ. അപ്പൊ ഇങ്ങനെ എല്ലാ ക്ലാസ്സിലോട്ടും ആൾക്കാർ സ്പ്രെഡ് ആകുമ്പോൾ ഒത്തിരി ക്ലാസ് നഷ്ടപ്പെടുമ്പോൾ ഞാൻ ഏകദേശം കണക്കാ പറഞ്ഞത്. ഇനി ഇത് ഇൻറ്റു 500 ആണെങ്കിൽ എത്ര രൂപയാണെന്നൊക്കെ നിങ്ങൾക്ക് കാൽക്കുലേറ്റർ നോക്കാൻ പറ്റും കേട്ടോ. ഒരു സബ്ജക്റ്റിന്റെ കാര്യമാണെങ്കിൽ പോലും എത്ര ആണെന്ന് ചിലപ്പോൾ 300 ആയിരിക്കും കേട്ടോ എക്സാം ഫീ ഒക്കെ വരുന്നത്. 300 അതൊക്കെ നമുക്കിപ്പോൾ വരും. പിന്നെ നമ്മുടെ ചാനൽ എല്ലാവരും മാക്സിമം കാണുക. നിങ്ങൾക്ക് വേണ്ട എല്ലാ ഇൻസ്ട്രക്ഷൻസും, നിങ്ങൾ ഇടുന്ന നോട്ടിഫിക്കേഷൻസുകൾ, എക്സാം എപ്പോഴാണ് എന്നൊക്കെ ഉള്ളത്, ഫീസ് അടയ്ക്കേണ്ടത് എത്രയാണ്, ലാസ്റ്റ് ഡേറ്റ് എല്ലാം നമ്മുടെ ഈ ചാനലിൽ കൂടെ നിങ്ങൾ ഇതോടെ അറിയിക്കും. എല്ലാവരും നമ്മുടെ ചാനൽ മാക്സിമം ഫോളോ ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അത് ചെയ്തേക്കണം. അപ്പോൾ എല്ലാവർക്കും ബെസ്റ്റ് വിഷസ് ആൻഡ് ഗുഡ് ബൈ.